ഉണ്ടാക്കാൻ പോണത് ഗോതമ്പ് നുറുക്കുകൊണ്ട് ഒരു പായസമാണ് കേട്ടോ. നല്ല അടിപൊളി പായസമാണ്. നമ്മളിപ്പോൾ റേഷൻ കടയിൽ നിന്ന് നുറുക്ക് ഗോതമ്പ് ഫ്രീ ആയിട്ട് കിട്ടാനുണ്ട്. എല്ലാവരുടെ അടുത്തും ഉണ്ടാവും ഇപ്പം നുറുക്ക് ഗോതമ്പ്. അതുകൊണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു പായസം ഉണ്ടാക്കാം. ഇതിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. തേങ്ങാപ്പാലിൻ്റെ ആവശ്യമില്ല. നമ്മൾ ശർക്കരയും പശുപാലും കുറച്ച് നെയ്യും ഈ നുറുക്ക് ഗോതമ്പും ഇത്ര മാത്രം മതി. നല്ല അടിപൊളി ടേസ്റ്റുള്ള പായസം ഉണ്ടാക്കിയെടുക്കാം. നല്ല ഹെൽത്തിയാണ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇത്രയ്ക്ക് എളുപ്പത്തിൽ ഒരു പായസം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ സംശയം തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ എപ്പോഴും പറയും സേമിയ പായസമാണ് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പായസം. പക്ഷെ അതിലും എളുപ്പമാണ് ഈ ഒരു പായസം ഉണ്ടാക്കാനായിട്ട്. അപ്പം നമുക്ക് റെസിപ്പി കാണാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോഴും വളരെ കുറച്ച് പേർക്ക് മാത്രമേ ചാനൽ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടാത്തവർ ഇടയ്ക്കൊന്ന് യൂട്യൂബിൽ ചിക്കു സ്റ്റൈൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേ. എന്നിട്ട് ചാനൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറാൻ സാധിക്കും. അവിടെ വീഡിയോസ് ക്ലിക്ക് ചെയ്താൽ ലേറ്റസ്റ്റ് ആയിട്ടിട്ടുള്ള എല്ലാ വീഡിയോസും കാണാൻ സാധിക്കും. ഒന്നും മിസ് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നുറുക്ക് ഗോതമ്പിന്റെ പായസം ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ നുറുക്ക് ഗോതമ്പാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. വേണ്ട, അത് ഞാൻ എടുത്ത് കുറേ ഇത്ര ബാക്കിയുള്ളൂ. ഇതൊരു 80 ഗ്രാം ഉണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കൊരു അരിപ്പയിലേക്ക് ഒഴിച്ച് വെള്ളം ഒന്ന് വാർന്നു പോകാൻ വേണ്ടി വെക്കാം. നടുക്ക് ഞാനൊരു കുഴി കുഴിച്ചിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് നടുക്ക് കെട്ടിക്കിടക്കാതെ വയ്ക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. നമ്മൾ പശുവിൻ്റെ പാലാട്ടോ എടുക്കുന്നത്, തേങ്ങാപ്പാലല്ല. നമുക്ക് 4 കപ്പ് പാലെടുക്കാം. ഇപ്പം ഞാൻ പാക്കറ്റ് പാലാണ് എടുക്കുന്നത്. നമുക്ക് വേണ്ടത് ശർക്കരയാണ് കേട്ടോ. ഒരു വലിയൊരു ഉണ്ട എടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞു കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടും കൂടെ ഒരു 300 ഗ്രാം ഉണ്ട്. ഇത് ഞാനത് പൊടിച്ചെടുക്കട്ടെ. മധുരം അധികം വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ 250 ഗ്രാം എടുത്താൽ മതി. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവസാനം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. മധുരം അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ പൊടിച്ചപ്പം 1.5 കപ്പുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. നമ്മൾ പായസം കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഈ കുക്കറിനകത്തോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. നടുക്കൊരു കുഴിയൊക്കെ ആയിട്ട് പട പോലെ ഉണ്ട് കാണാൻ. അതിട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നല്ല ഗോതമ്പിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഗോതമ്പ് നെയ്യിൽ വറുത്തിട്ടുള്ള ഒരു സ്മെല്ല്. ഒരു 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തതാണ്. ഇതിപ്പം കരിഞ്ഞു പോകരുതേ. അപ്പം നുറുക്ക് ഗോതമ്പെല്ലാം അങ്ങ് വേറെ വേറെ അങ്ങ് ആയി കിടപ്പുണ്ട്. അത് മതി. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പാലില്ലേ, അതിൽ നിന്ന് ഒരു 1/2 കപ്പ് പാലെടുത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തീ അങ്ങ് കൂട്ടി വെക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫാക്കാം. പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. വേറെ 2 വിസിലൊക്കെ വന്ന് ഞാൻ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. പ്രഷറൊക്കെ പോയി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ വേവ് ഒന്ന് നോക്കാം. ഒരു കുക്കറിനെ ബേസ് ചെയ്തിരിക്കും കേട്ടോ വേവൊക്കെ. അപ്പം അത് കറക്റ്റ് പറയാൻ പറ്റില്ല. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കുറച്ചും കൂടെ ഒരു വേവ് കുറച്ചും കൂടെ വേവാനുണ്ട്. ആ തിളപ്പിച്ച് വെച്ച പാലിൽ നിന്ന് 1 കപ്പൊക്കെ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. അവിടെ ഇരുന്ന് തിളച്ച് നന്നായിട്ട് കുറച്ചും കൂടെ ഒന്ന് വേവട്ടെ. എപ്പോഴെന്ന് വെച്ചാൽ നമ്മളിത് ശർക്കര ഒഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതങ്ങ് വേവില്ല. നുറുക്ക് ഗോതമ്പ് ഒരുപാട് അങ്ങ് വെന്തും പോകരുത് കേട്ടോ. നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു ഹാർഡുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്ത് നോക്കുക വേവ് കറക്റ്റാണോ നോക്കുക. വെന്തതിന് ശേഷം നമുക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ശർക്കര ഉരുക്കിയത് ഒഴിച്ചിട്ട് തീ അങ്ങ് കൂട്ടി വെക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് കുറച്ചും കൂടെ ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ഇരുന്ന് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ഇതുണ്ട്. ഇപ്പോൾ ഇതാ ബബിൾസ് വന്നത് കണ്ടോ, നല്ല തിക്കായി. നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുറച്ചുകൂടെ പാലൊഴിച്ചു കൊടുക്കാം. കുറച്ച് പാലൊഴിച്ചിട്ടുണ്ട്. അതൊന്ന് തിളക്കട്ടെ. അത് തിളയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് അങ്ങ് ഒഴിക്കണ്ട. ഒരുമിച്ച് ഒഴിക്കുമ്പം ചിലപ്പോൾ അത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് മതി. ഞാൻ ഓഫാക്കുകയാണേ. അപ്പോൾ അതിൻ്റെ മധുരമൊക്കെ നോക്കി, മധുരം കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാലൊഴിച്ചിട്ട് ഒന്ന് തിളച്ചാൽ മതി. തിളച്ച ഉടനെ തന്നെ അങ്ങ് ഓഫാക്കാം. ഒരുപാട് സമയം വെച്ച് തിളപ്പിക്കേണ്ട ആവശ്യമില്ല.
ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഓഫാക്കിയതിന് ശേഷം ഇട്ടാൽ മതിയേ. ഇനി വേണമെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഓഫാക്കിയിട്ടാണ് ഒഴിക്കുന്നത്. ഇത് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒഴിക്കണമൊന്നുമില്ല. പിന്നെ ഇതിൽ വേണമെങ്കിൽ ഏലക്കായും ചുക്കും, കുറച്ച് ചുക്കും ഏലക്കയും കൂടെ കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ വറുത്തിടാം, നെയ്യിൽ വറുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേറെ വേറെ ടേസ്റ്റാണ് ഇട്ടുണ്ടാവുക. പക്ഷേ ഈ ഒരു പായസത്തിന്റെ തനതായിട്ടുള്ള ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ആ ഗോതമ്പിന്റെയും പാലും ശർക്കരയും നെയ്യും കൂടെ ഒക്കെ ചേർന്നിട്ട് വരുന്ന ആ ഒരു ടേസ്റ്റാണ്. അത് കിട്ടണമെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യണം. പക്ഷെ ആ ഒരു ടേസ്റ്റാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊന്നും ചെയ്യാത്ത കേട്ടോ. അത് പിന്നെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഏറ്റവും ടേസ്റ്റ് എപ്പോഴാണെന്നറിയോ കഴിക്കാനായിട്ട്? ഇത് ഫ്രിഡ്ജിൽ വെച്ച് നാളെ എടുത്ത് കഴിക്കണം. ഭയങ്കര ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാട്ടോ ഈ പായസം. ഇതിന്റെ റെസിപ്പി എനിക്ക് തന്നത് പ്രതിഭയാണ്. പക്ഷെ ഞാൻ എൻ്റെതായിട്ടുള്ള കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ സമയത്ത് നല്ല ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു. ഫുള്ള് പാല് പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയപ്പം രണ്ടാമത്തതും പിരിഞ്ഞുപോയി, മൂന്നാമതും പിരിഞ്ഞുപോയി ഫുള്ള്. പക്ഷെ എനിക്കറിയാം അതിന്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റുള്ള പായസമാണ്. കാരണം ഞാൻ കുടിച്ചിട്ടുണ്ട് ഈ പായസം പ്രതിഭ ഉണ്ടാക്കി തന്നിട്ട്. അപ്പൊ എനിക്കറിയാം എന്തായാലും നല്ല ടേസ്റ്റുള്ള പായസം. അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഉണ്ടാക്കി. അങ്ങനെയാണ് എനിക്കത് ശരിയായത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ശർക്കരയുടെ കുഴപ്പമാണെന്ന്. ഉപ്പൊക്കെ കൂടുതലുള്ള ശർക്കരയാകുമ്പോൾ പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ ശർക്കരയ്ക്ക് അങ്ങനെ ഉപ്പൊന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. എന്നാൽ പോലും അത് പിരിഞ്ഞു പോയി. അപ്പം ഞാൻ ശർക്കര പിന്നെ മാറ്റിയിട്ട് പിന്നെ ഉണ്ടാക്കിയതാണ്. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി. ഇനി അതുകൊണ്ടാണ് ഈ ഒരു രീതിയിലാക്കിയത്. കാരണം ഏകദേശം നമ്മൾ ലാസ്റ്റ് പാൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് പിരിഞ്ഞു വരുന്ന പോലെ തോന്നുകയാണെങ്കിൽ അപ്പം അങ്ങ് ഓഫാക്കിയാൽ മതി. ഇൻ കേസ് ഇനി പിരിഞ്ഞു പോയാലും വലിയ പ്രശ്നമില്ലാതെ നമുക്ക് കുടിക്കാൻ പറ്റും. കാരണം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ വെച്ചാൽ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയില്ലേ, മൂന്നാമത്തെ പ്രാവശ്യം ഉണ്ടാക്കിയ സമയത്ത് പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റുള്ള ഒരു പായസമാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. പിന്നെ റേഷൻ കടയിൽ നിന്ന് ഈ നുറുക്ക് ഗോതമ്പ് ഫ്രീ ആയിട്ട് ഇപ്പം എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ആട്ടോ ഈ പായസം. കുടിക്കാനായിട്ട് എളുപ്പമല്ലേ, ഒന്നും വേണ്ട, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റുള്ളൊരു പായസം ആട്ടോ അത്. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.